ബിസിനസ് ആയിരിക്കണം എന്നതാണല്ലോ ആദ്യം തീരുമാനിക്കേണ്ടത്. അതെ അതെ. അത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ 4ാം ക്ലാസ് വരെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. ഉം, ഞങ്ങൾ 4 പേരും എൻ്റെ നാട്ടിലെ ഒരു ഗവൺമെന്റ് LP സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. ഉം, അപ്പൊ ഈ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഞങ്ങൾ പോകുന്നത് ഒരു പൂഴി റൊട്ടി കൂടി നടന്നാ പോകണം. ഉം, ഒരു 2-3 കിലോമീറ്റർ ദൂരത്ത്. അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും നടന്നു പോകുമ്പോൾ ഒരു കറുത്ത അംബാസഡർ ഈ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഉം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ ഈ കാറ് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, കൈ തൊഴുതും, കൈ പൊക്കി കാണിക്കും. അപ്പൊ ഈ കാറിനകത്ത് ഇങ്ങനെ ചേട്ടനും ഇടയ്ക്കൊക്കെ ഒന്ന് കൈ വെക്കും. ആ, അപ്പൊ ആ മനുഷ്യനോട് എല്ലാവർക്കും ഭയങ്കര ബഹുമാനം. ഉം, ഉം, അപ്പൊ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചു, ചാച്ച ഇത് ആരാന്ന് ചോദിച്ചു. അപ്പൊ ചാച്ചൻ പറഞ്ഞു, മോനെ അത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാന്ന് പറഞ്ഞു. ഉം, ഉം, എന്താണ് ബിസിനസ് എന്നോ എന്താണ് ബിസിനസ്സുകാരനോ ഒന്നും എനിക്കറിയില്ല. ഉം, പക്ഷെ ആ കൊച്ചിലെ ഓർമ്മയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഉം, എൻ്റെ നാട്ടിൽ അന്ന് ഞാൻ ഇപ്പോഴും വില്ലേജ് ഓഫീസർമാരുണ്ട്, ഉം. സ്കൂൾ അധ്യാപകരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഓരോരുത്തരും ഇല്ല കാറുള്ളത് ആകപ്പാടെ ഈ ബിസിനസ്സുകാരനെ ഉള്ളൂ. പ്രത്യേകിച്ച് അംബാസിഡർ അന്നത്തെ ഒരു ആ ഇതായിരുന്നു ഒരു എല്ലാവർക്കും. കാറുള്ളത് പുള്ളിക്കേ ഉള്ളൂ. അതെ. അദ്ദേഹത്തിന് കാറുണ്ട്, അദ്ദേഹത്തോടാണ് ഇവരെല്ലാവരും ബഹുമാനിക്കുന്നത്.